ഇടുക്കി നെടുങ്കണ്ടം ഭോജൻപാറയിൽ മുരുകേശനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ 2 പേർ പിടിയിൽ. സഹോദരന്റെ മക്കളായ ഭുവനേഷും വിഘ്നേഷുമാണ് പിടിയിലായത്. അതിർത്തി ഗ്രാമത്തിൽ ഒളിവിലായിരുന്നു ഇവർ. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, നെടുങ്കണ്ടത്ത് വയോധികരെയാണ് കൊന്നത്. ബന്ധുക്കൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു അല്ലേ? സുജിയ, നെടുങ്കണ്ടം ഭോജൻപാറ സ്വദേശിയായിട്ടുള്ള മുരുകേശിനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ പ്രതികളായ 2 പേരും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പോയി എന്ന സംശയം നെടുങ്കണ്ടം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നെടുങ്കണ്ടം പോലീസിന്റെ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ മുരുകേശന്റെ ജ്യേഷ്ഠന്റെ മക്കളായ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജ്യേഷ്ഠന്റെ മക്കളായിട്ടുള്ള ഭുവനേഷ്, വിഘ്നേഷ് തുടങ്ങിയ 2 ഇരട്ട സഹോദരങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് കാരണം സാമ്പത്തിക തർക്കമാണ്. ഇരുവരും തമ്മിൽ കുറെ കാലമായി സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. സ്ഥലം വിറ്റ ശേഷം അതിന്റെ കമ്മീഷൻ നൽകിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി മരിച്ച ആളുടെ വീട്ടിൽ ഈ പ്രതികൾ എത്തുകയും ആദ്യം ചെറിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നു. പിന്നീട് കയ്യിൽ കരുതിയ വാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് പുറം ലോകം അറിയുന്നത്. പുറം ലോകം ഈ സംഭവം അറിഞ്ഞപ്പോഴേക്കും 2 പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുജയ, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഭോജൻപാറയിലെ കൊലപാതകത്തിൽ ഭുവനേഷും വിഘ്നേഷുമാണ് പിടിയിലായത്.